പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ പദ്ധതികൾ, അതിൻ്റെ നേട്ടങ്ങളാണ് ഇന്ന് പറയുന്നത്. ഒരു രാജ്യം എത്ര പുരോഗതി നേടിയെന്നത് ലോകം അംഗീകരിക്കുന്നത് ആ നാട്ടിലെ പൗരന്മാരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുമ്പോഴാണ്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളും ജനസംഖ്യയുള്ള ഭാരതം ഉന്നതിയിലേക്കെത്താൻ അതിൻ്റേതായ സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ജനങ്ങളെയും നാടിനെയും ഉയർത്താൻ ഭരിക്കുന്നവർ എന്ത് ചെയ്യുന്നു, മുൻപ് ഭരിച്ചവർ എന്ത് ചെയ്തില്ല എന്നത് മനസ്സിലാക്കുകയാണ് പൊതുജനം ആദ്യം ചെയ്യേണ്ടത്. മോദി രാജ്യഭരണം ഏറ്റെടുക്കുമ്പോൾ ലോകത്തിൽ 11ാമത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഭാരതം ഇന്ന് 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ലോകം തന്നെ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ്. തൻ്റെ 3ാം ടൈമിൽ $5 ട്രില്യൺ എക്കണോമി നേടി 3ാം സ്ഥാനത്തെത്തുമെന്ന് മോദി വെറുതെ പറയുകയല്ല. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് വിശദമായി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് കൂടി തുറന്ന് കാണുക. ഒരു പൗരന് വരുമാന വർധന ഉണ്ടാക്കാൻ അവന് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിനാദ്യം അവന് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 10 വർഷം മുമ്പ് വരെ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ ഒരാൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ടുള്ള 2 പേരുടെ പരിചയപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റും ഫോട്ടോയും വരുമാനവും മിനിമം ബാലൻസും കൂടാതെ വലിയ ക്യൂ നിൽക്കുകയും വേണ്ടിയിരുന്നൊരു കാലത്ത് നിന്നാണ് ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ച് ഇന്ന് 0 ബാലൻസിൽ ആർക്കും അക്കൗണ്ട് എടുക്കാൻ കഴിയുന്ന ജൻധൻ യോജന എന്ന പദ്ധതി മോദി നടപ്പിലാക്കിയത്. സാധാരണക്കാർക്ക് എന്തിനാണ് ബാങ്ക് അക്കൗണ്ട്, 0 ബാലൻസ് കൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ അന്ന് തന്നെ പലരും പരിഹസിച്ചെങ്കിലും ഇന്ന് രാജ്യത്ത് 50,56,00,000 ആളുകളാണ് ജൻധൻ യോജന പ്രകാരം ആദ്യമായി അക്കൗണ്ട് എടുത്തത്. കേരളത്തിൽ മാത്രം 61 ലക്ഷം ജൻധൻ യോജന അക്കൗണ്ടുകളുണ്ട്. 0 ബാലൻസിൽ ഏതൊരാൾക്കും പദ്ധതി പ്രകാരം അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ 2 ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് കൂടി ഒരു പൗരന് മോദി ഗവൺമെൻറ് ആദ്യ വർഷം സൗജന്യമായി നൽകുന്നു. കൂടാതെ 10,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യവും അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കുന്നു. ഇന്ന് അതേ അക്കൗണ്ടുകൾ വഴി ഓരോ സാധാരണക്കാർക്കും മോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള സബ്സിഡി അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്യുന്നു. 1 രൂപ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ വിവിധ ഇടനിലക്കാർ കാരണം അതിൽ 15 പൈസയെ ജനങ്ങളിൽ എത്തിയിരുന്നുള്ളൂ എന്ന് പരിഭവം പറഞ്ഞിരുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് ഇന്ന് നരേന്ദ്രമോദിയുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന DBT സ്കീം വഴി രാജ്യത്തെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഒഴുകിയെത്തിയ പണം 32,33,595 കോടി രൂപയാണ്. രാജ്യത്താകെ ഈ തുക അതാത് മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ചലനം രാജ്യത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥയ്ക്ക് എത്ര സഹായകമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകില്ലെങ്കിലും സാമ്പത്തിക വിദഗ്ധർക്ക് മനസ്സിലാകും. ഘട്ടം ഘട്ടമായാണ് മോദി ഈ സ്കീം നടപ്പിലാക്കിയത്. DBTയുടെ ആദ്യഘട്ടം 43 ജില്ലകളിലും പിന്നീട് 78 ജില്ലകളിലേക്കും സ്കോളർഷിപ്പ്, വനിതാ ശിശുക്ഷേമം, തൊഴിലാളിക്ഷേമം എന്നിവ ബന്ധപ്പെട്ട് 27 പദ്ധതികൾ കൂട്ടിച്ചേർത്തു. 2014 ഡിസംബറിൽ DBT രാജ്യത്തുടനീളം മോദി വ്യാപിപ്പിച്ചു. നിലവിൽ 52 കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകളും 100 കോടിയിലധികം ആധാർ കണക്ഷനുകളും 100 കോടി മൊബൈൽ കണക്ഷനുകളും ബന്ധപ്പെടുത്തി സാങ്കേതികതയുടെ സഹായത്തോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികളിലും DBT വഴി പണം നേരിട്ട് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. കേരളത്തിൽ മാത്രം 2022-2023 സാമ്പത്തിക വർഷത്തിൽ മാത്രം 12,35 ലക്ഷം തവണയായി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം മലയാളികൾക്ക് 15,000 കോടി രൂപയാണ് നേരിട്ട് അക്കൗണ്ടിൽ ലഭിച്ചത്. 105 കോടി തവണയായി ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് ലഭിച്ച UP ആണ് 1ാം സ്ഥാനത്തുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ 54 വിവിധ വകുപ്പുകളിലായി കിസാൻ സമ്മാൻ നിധി, സ്കോളർഷിപ്പുകൾ, വിവിധ സബ്സിഡികളടക്കം 314 സ്കീമുകളിൽ കേന്ദ്രം ഇന്ന് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പണം സാങ്കേതികത ഉപയോഗപ്പെടുത്തി നൽകുന്നു എന്നത് അതിശയത്തോടെ നോക്കി നിൽക്കാനേ അന്ന് വിമർശിച്ച പലർക്കും ഇന്ന് കഴിയുന്നുള്ളൂ. മറ്റൊന്ന്, മൻമോഹൻ സിംഗ് വിഭാവനം ചെയ്തു എന്ന് പറയാറുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പലരുടെയും എതിർപ്പ് കാരണം നടപ്പാക്കാൻ കഴിയാതെ പോയ ഒരു രാജ്യം ഒരു നികുതി എന്ന GST നടപ്പിലാക്കിയതും നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. GST നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഗവൺമെൻറ് ലഭിച്ച ആകെ വരുമാനം ഏതാണ്ട് 86 ലക്ഷം കോടി രൂപയാണ്. അതിൻ്റെ 50%, അതായത് 43 ലക്ഷം കോടി രൂപ രാജ്യത്തെ സംസ്ഥാനങ്ങളിലേക്ക് തിരികെ പണമായി മോദി ഗവൺമെൻറ് പമ്പ് ചെയ്തു എന്നതുകൂടി നമ്മൾ അറിയണം. കഴിഞ്ഞ 6 വർഷം കൊണ്ടുള്ള GST പിരിവിൻ്റെ മാത്രം കണക്കാണിത്. GST നിലവിൽ വന്നതിന് ശേഷം കേരളത്തിന് പുറത്തു നിന്നുള്ള IGST അടക്കം കേന്ദ്രം കേരളത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്തത് കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം തന്നെ 1.81 ലക്ഷം കോടി രൂപയാണ്. കേന്ദ്രത്തിന് ആകെ ലഭിച്ച 86 ലക്ഷം കോടി രൂപയുടെ വെറും 1.5% മാത്രം. എന്നിട്ടാണ് മലയാളികളിൽ ചില വിഡ്ഢികൾ പറയുന്നത് കേരളത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നതെന്ന്. ഉത്തർപ്രദേശൊക്കെ കഞ്ഞി കുടിക്കുന്നത് കേരളത്തിൻ്റെ നികുതിപ്പണം കൊണ്ടാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. എന്തൊരു പരിഹാസ്യമായ വാദമാണെന്ന് ഈ കണക്ക് മനസ്സിലാകുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും. കേരളത്തിൽ നിന്ന് ലഭിച്ച ഈ 1.81 ലക്ഷം കോടി രൂപയുടെ പകുതി 90,557 കോടി രൂപ കേരളത്തിന് 50% വിഹിതമായി കേന്ദ്രം നൽകുകയും ചെയ്തു.
കൂടാതെ നികുതി പിരിവിൽ കുറവുണ്ടായാൽ നികത്തുന്ന GST കോമ്പൻസേഷൻ എന്ന പേരിൽ 30,000 കോടി രൂപ കൂടി കേന്ദ്രം കേരളത്തിന് കഴിഞ്ഞ 6 വർഷത്തിൽ കൊടുത്തു. കൃത്യമായി പറഞ്ഞാൽ 29,226 കോടി രൂപ. ഈ കണക്ക് നിങ്ങൾ ഈ കാണുന്ന കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക റവന്യൂ വകുപ്പിൻ്റെ വെബ്സൈറ്റിലുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയൊക്കെ കള്ളം പറഞ്ഞാണ് കേരളം ഈ ഡൽഹി സമരനാടകം നടത്തുന്നതെന്ന്. അടുത്തത്, ധനവകുപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പോലും സാധാരണക്കാരിലേക്ക് ബാങ്കുകൾ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകളെ ബാങ്കിംഗ് സേവനം കൂടി നൽകുന്ന സ്ഥാപനമാക്കിയുള്ള മോദി സർക്കാരിൻ്റെ വലിയ പരിവർത്തനമാണ്. അത്തരത്തിൽ 1,36,269 ബാങ്കുകളാണ് ഗ്രാമീണ മേഖലയിൽ പുതുതായി ജനങ്ങൾക്ക് ഗുണപ്രദമായത്. പോസ്റ്റ് ഓഫീസ് ബാങ്കിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഈ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കാൻ മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയ മുദ്ര, സ്റ്റാർട്ടപ്പ്, സ്വനിധി തുടങ്ങിയ പദ്ധതികൾ കൂടി നോക്കാം. 43 കോടിയിൽ പരം മുദ്രാ ലോണുകളാണ് രാജ്യത്താകെ അനുവദിച്ചത്. എല്ലാ സംരംഭങ്ങളും വിജയിച്ച് കാണില്ല എങ്കിലും അതുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുക. കൃത്യമായി പറഞ്ഞാൽ 43,57,60,641 അപേക്ഷകർക്കായി രാജ്യത്താകെ വിതരണം ചെയ്തത് 25 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിൽ മാത്രം 91,200 കോടി രൂപയാണ് മുദ്രാ ലോൺ പ്രകാരം വിതരണം ചെയ്തത്. 1,40,00,000 ആളുകൾക്കാണ് കേരളത്തിൽ ഇത് പ്രയോജനപ്പെട്ടത്. മറ്റൊരു പദ്ധതിയായ സ്റ്റാൻഡപ്പ് ലോൺ രാജ്യത്താകെ 22,000 കോടി രൂപ ഏതാണ്ട് 2 ലക്ഷം ബിസിനസ് സംരംഭങ്ങൾക്ക് മാത്രം നൽകി. കേരളത്തിൽ 7,600 ഗുണഭോക്താക്കൾക്ക് 740 കോടി രൂപയാണ് സ്റ്റാൻഡപ്പ് പദ്ധതി പ്രകാരം മോദി ഗവൺമെൻറ് നൽകിയത്. മറ്റൊരു പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി പ്രകാരം രാജ്യത്ത് പുതുതായി തുടങ്ങിയത് ഏതാണ്ട് 1 ലക്ഷം പുതിയ സംരംഭങ്ങളാണ്. കൃത്യമായി പറഞ്ഞാൽ 99,380. അതേസമയം തന്നെ തെരുവ് കച്ചവടക്കാരെ സഹായിക്കാൻ ഈടില്ലാതെ ലോൺ നൽകുന്ന PM സ്വനിധി രാജ്യത്താകെ 57 ലക്ഷം പേർക്ക് ലഭിച്ചു. അതിൽ കേരളത്തിൽ 70,000 തെരുവ് കച്ചവടക്കാരാണ് പദ്ധതി ഉപയോഗപ്പെടുത്തി ലോൺ വാങ്ങിയത്. അതിൽ ചിലരെ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിലേക്ക് ക്ഷണിച്ച വാർത്ത നിങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ലോൺ കിട്ടിയ ഒരാളെ കാണിച്ചു തരുമോ എന്നുള്ള സ്ഥിരം പല്ലവി കേൾക്കണ്ടല്ലോ. മോദിജിക്ക് അതിന് പ്രത്യേക നന്ദി. PM വിശ്വകർമ്മ യോജന എന്ന പദ്ധതി പ്രകാരം ലോൺ നൽകുന്നത് അടുത്തിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഡേറ്റ കിട്ടിയിട്ടില്ല. വിശ്വകർമ്മ യോജന പ്രകാരം എങ്ങനെയാണ് ലോൺ ലഭിക്കുക എന്നത് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണുക. മറ്റൊരു പ്രധാന കാര്യം ഗവൺമെൻറ് ചെയ്യേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വിവിധ ഇൻഷുറൻസ് സ്കീമുകളും ചെറിയ സമ്പാദ്യ പദ്ധതികൾക്കും അവസരമൊരുക്കുക എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് എന്ന സൗജന്യ ചികിത്സാ സ്കീം പ്രകാരം രാജ്യത്താകെ 45 കോടി പേരാണ് 1 രൂപ പോലും പ്രീമിയത്തിന് മുടക്കാതെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയിൽ അംഗമായത്. 28 കോടി ആളുകളാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉപയോഗപ്പെടുത്തി രാജ്യത്ത് സൗജന്യ ചികിത്സ നേടിയത്. കേരളത്തിലാകെ 75 ലക്ഷം പേരാണ് ഈ പദ്ധതി ഉപയോഗപ്പെടുത്തി സൗജന്യ ചികിത്സ നേടിയത്. പ്രധാനമന്ത്രിയുടെ വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ നോക്കിയാൽ വർഷം വെറും 20 രൂപ മാത്രം പ്രീമിയം നൽകി അപകടം മൂലമുള്ള മരണത്തിനോ വൈകല്യത്തിനോ 2 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന. ആദ്യം ഇത് വർഷം 12 രൂപ മാത്രം അടച്ചാൽ മതിയായിരുന്നു. രാജ്യത്താകെ ഈ പദ്ധതി പ്രകാരം അംഗമായത് 41 കോടി ആളുകളാണ്. കേരളത്തിൽ നിന്ന് മാത്രം 88 ലക്ഷം പേരാണ് ഈ പദ്ധതിയിൽ അംഗമായത്. ഇനി ഏത് കാരണത്താൽ മരണപ്പെട്ടാലും 2 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന. പ്രതിവർഷം 436 രൂപയാണ് ഇതിന് പ്രീമിയം അടയ്ക്കേണ്ടത്. ആദ്യം ഇത് 330 രൂപയായിരുന്നു. രാജ്യത്താകെ 18,63,00,000 ആളുകളാണ് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 20 ലക്ഷം പേർ. മറ്റൊന്ന്, മോദി ഗവൺമെൻറ് നടപ്പിലാക്കിയത് വിവിധ ലഘു സമ്പാദ്യ പെൻഷൻ സ്കീമുകളാണ്. അതിൽ അടൽ പെൻഷൻ യോജന രാജ്യത്താകെ 5 കോടി അംഗങ്ങൾ എടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് 18 ലക്ഷം ആളുകളാണ് അടൽ യോജനയിൽ അംഗമായിട്ടുള്ളത്. സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വിവിധ പെൻഷൻ സ്കീമുകൾ നിലവിലുള്ളപ്പോൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പകുതി തുക കേന്ദ്ര ഗവൺമെൻറ് പ്രീമിയം നൽകുന്ന പെൻഷൻ സ്കീമായ ശ്രം യോഗി മാൻധൻ യോജന രാജ്യത്താകെ 50 ലക്ഷം പേരാണ് അംഗമായത്. അടുത്തത്, പ്രതിപക്ഷം പോയിട്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ UPI ട്രാൻസാക്ഷൻ. ക്യാഷ്ലെസ് എക്കണോമിയെക്കുറിച്ച് മോദി പറയുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരെയും രാജ്യത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെയും ബാങ്കിംഗ് സെക്ടറിനെയും ഒക്കെ പരിഹസിച്ച മുൻ കേന്ദ്ര ധനമന്ത്രി P ചിദംബരം മുതൽ കേരളത്തിലെ ശാസ്ത്രജ്ഞനായ മന്ത്രി തോമസ് ഐസക്കിനെ വരെ നിശബ്ദരാക്കിയ മോദിയുടെ വിപ്ലവമാണ് UPI ട്രാൻസാക്ഷൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന രാജ്യമായി ഭാരതം 2023 നവംബറിൽ മാറിയെന്നതും രാജ്യത്തെ ഇലക്ട്രോണിക്സ് വകുപ്പുകളുടെ സംയുക്ത നേട്ടമാണ്. മറ്റൊരു വകുപ്പിൻ്റെ നേട്ടങ്ങളുമായി നാളെ കാണാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫോർത്ത് എസ്റ്റേറ്റ്. താങ്ക് യു.